വീഡിയോയിലൂടെ സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റീകോയിലാണ് സെൻസിറ്റിവിറ്റി. ഞാൻ പറഞ്ഞ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റാർട്ടർ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ സ്കോപ്പിനെ പറ്റിയൊക്കെ പിന്നെ നോക്കാം. ഓക്കെ, പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, പതുക്കെ. ഫസ്റ്റ് നിങ്ങൾ നോക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻസിറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ സെൻസിറ്റിവിറ്റി ഇതാണ് 80 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി. TPPM FPPM ഒക്കെ 30 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ TPPM-ഉം FPPM-ഉം എന്താണെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കസ്റ്റമൈസിൻ്റെ അതുണ്ടോയെന്ന് അറിയില്ല. ആ ബട്ടൺ ഞാൻ കാണിച്ചു തരാം. ഒരാളിങ്ങനെ നിൽക്കണ ഒരു ബട്ടണില്ലേ, എവിടെ പോയി? ഇതിലില്ല. ഒരു സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, ഇങ്ങനെ സൂം ചെയ്തിട്ട്. അതേ കണ്ട, ഈ സംഭവം കണ്ട, ഇതാണ് ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം ഈ ക്ലിക്ക് ചെയ്തേ കണ്ടില്ലേ, ഇതാണ് FPPM-ഉം TPPM-ൻ്റെയും സംഭവം. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഇത് മൈനസാക്കി ഇട്ടേക്കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ വരുന്നത് TP, അല്ലാണ്ട് വേറൊരു എന്തുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്ര ഉള്ള കാര്യം. അപ്പം നമുക്കിപ്പോൾ ഫീച്ചേഴ്സ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തിടാം. എനിക്ക് വലിയ തേങ്ങയായിട്ടൊന്നും തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്തിട്ടേക്കണം തോന്നുന്നത്. കണ്ടില്ലേ, ഡിസേബിൾ ചെയ്തിടാം, വലിയ കാര്യമൊന്നുമില്ല. എയിം ആൻഡ് ഫയർ വിത്ത് ഷോൾഡർ സപ്പോർട്ട് ഫോർ ബ്രിഡ്ജസ് ആൻഡ് ഫയർ. കണ്ട, ഇതാണ് സംഭവം. ഞാൻ നേരത്തെ കാണിച്ച സ്വിച്ചില്ലേ, ആ സ്വിച്ചാണ് ഇത്. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. ഞാനിപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, അത് എനേബിൾ ചെയ്തിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ മറന്നുപോയി. ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ 80 ആണ് എടുക്കണം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, TPP നോസ്കോപ്പ് 62-ലാണ്. കാരണം 62 ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ഞാനിപ്പോൾ ഇട്ടുന്ന ഒരു എനിമി ഓടുന്ന സ്പീഡ് ഇതാണ്. ഞാനിപ്പോൾ ഓടുന്ന സ്പീഡാണ്. എത്ര സ്പീഡിൽ ഓടിയാലും ഈ ഒരു സ്പീഡിൽ എൻ്റെ 100 ആണ് കിടക്കുന്നത് സ്പെൻഡിങ് സെൻസിറ്റിവിറ്റി. അപ്പോൾ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ ഇത്രയും സ്പീഡിലേ ഓടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇത്രയും സ്പീഡ് മതി എനിക്ക്. മനസ്സിലായില്ലേ? ഒരു എനിമീൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാൻ നമ്മൾ ഈ TPPM ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മളിങ്ങനെ കൊണ്ടുവയ്ക്കലും കറക്റ്റ് കൊണ്ടുവയ്ക്കാനും പറ്റണം. നമ്മളിതിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല ഇനി വരും ഉള്ള സ്ഥലത്ത്. പിന്നെ ഞാൻ വെക്കണ സ്ഥലത്താണെങ്കിൽ ഒരു ചെറിയൊരു സ്പീഡാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറ്റിയോടെ കൊണ്ടുവയ്ക്കാം, അവനടിക്കുകയും ചെയ്യാം. മറിച്ചത് കൂടുതലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓവറാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്കോപ്പ് ചെയ്യാൻ പറ്റണം. സ്കോപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും എനിമിയോടെ എന്നുണ്ടെങ്കിൽ. ഇനി അവൻ കുറച്ച് മിസ്സായിട്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പീക്ക് എടുക്കാം. കണ്ട, പീക്ക് മാറുമ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ പീക്ക് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ എൻ്റെ മിസ്സാവണൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാനുള്ള. നമ്മളതൊക്കെ റെഡിയാക്കണം.
പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരുവിധം ഡിസ്റ്റൻസ് ഒക്കെ ഇത്രയൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ അത്യാവശ്യം ഇത് വെച്ച് അടിച്ചാൽ മതി. പിന്നെയൊക്കെ നമുക്ക് സ്കോപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സ്കോപ്പില്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ലീൻ ചെയ്ത് പഠിച്ചോ. കാരണം ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ ആക്യുറസി ആയിരിക്കുള്ളൂ. പിന്നെ ഇത്രയും കിടക്കണോണ്ടാണ് തോന്നുന്നു. കുറച്ചിട്ടാൽ നമുക്ക് കുറച്ച് സ്മൂത്തായിരിക്കും. ഇതാണ് ഫോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. ഇതാണ് ഫോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് എനേബിൾ ചെയ്ത് ഇടണം. എനേബിൾ ചെയ്ത് ബേസിക് കൺട്രോൾസിൽ ഫോക്കൽ ലെങ്ത് ടാപ്പ് ഹോൾഡ് കൊണ്ട് ടാപ്പാണ് ഇട്ടേക്കണം. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് കുറയ്ക്കണം. അതാകുമ്പോൾ ഇങ്ങനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാം. ഞാൻ മിനിമം 3x ഉള്ളൂ. കാരണം 3x കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഗൈസ് ഗെയിം കളിക്കുന്ന ആരാണെന്നുണ്ടെങ്കിൽ കവറിൽ നിന്ന് കളിക്കാം മാക്സിമം. മനസ്സിലായില്ലേ? എപ്പോഴും കവറിൽ നിന്ന് പീക്ക് അടിക്കാൻ നോക്കാം. ഇപ്പോൾ അവിടെ നിന്നൊരു എനിമി ഓടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്ന് അടിക്കണേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ പോയിട്ട് അടിക്കണേക്കാളും നല്ലത് ഇവിടെ നിന്നിട്ട് പതുക്കെ അവനെ സ്റ്റോപ്പ് ചെയ്ത് അടിച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ അവനെ തിന്നാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ദൈവന്മാരുടെയൊക്കെ ഹെഡ് വെച്ചിട്ട് അടിച്ച് നമ്മൾ പതുക്കെ സെൻസിറ്റിവിറ്റി ഒക്കെ സെറ്റ് ചെയ്യാം. ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺട്രോൾസില ഇതാണ് ഈ സാധനം. ഇതാണ് TPP. ഇത് നമ്മുടെ കുറേ ഗെയിമിങ്ങിൽ സത്യമായിട്ടും പറഞ്ഞത് എഫക്റ്റ് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് കൂട്ടിയാലും കുറച്ചാലും ഇത് വൈഡാകുമ്പോൾ നമുക്ക് എയിമിൽ പല വ്യത്യാസങ്ങൾ വരും. എൻ്റെ 60 ആക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ 70 ആയിരുന്നു. പിന്നെ ഞാനത് 0-ൽ ഇട്ടിട്ട് കുറച്ച് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് എനിക്ക് 60 ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് തോന്നി. കാരണം ഞാൻ അടിക്കണ അടിയൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുന്നുണ്ടാവും. പിന്നൊരു കാര്യം നിന്നില്ല. പക്ഷേ നിൽക്കുന്ന ടൈമിൽ നമുക്ക് പിടയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ടോ. നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഷുവറായിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ, പിന്നെ ചിലവർ പറയുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ സംഭവമില്ലേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് കുറച്ചും കൂടി സെറ്റ് ഇതല്ല റെഡ് ഡോട്ടിൻ്റെ ചെയ്തത് ഇതല്ലേ ചിലർക്ക് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ നോക്കിയാൽ എനിക്ക് കാണാം ഒരുവിധം ക്ലിയറാണ് കുറച്ചൊക്കെ. കണ്ടാ? മറ്റേത് എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വന്നിരുന്നത്. ഇപ്പോൾ ഒരുവിധം കറക്റ്റാണ്. ഞാൻ എനിക്ക് കാണിച്ചു തരാടാ. ഇങ്ങനെയല്ലേ കിടക്കണം. കുറച്ചും സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒരു 85-ൽ 84 കൊടുക്കണം. ഇത് കുറേനായിട്ട് തോന്നുന്നത് കണ്ടാ? കുറഞ്ഞില്ലേ? ഇപ്പം ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. കുറയണില്ലാന്ന് നോക്കിക്കോട്ടെ ഞങ്ങൾ. അഡ്വാൻസ് കൺട്രോൾസിൽ പോയി വീണ്ടും ഒരെണ്ണം കുറച്ചു. കുറയണ്ട തോന്നണ്ട? കുറച്ച് കുറഞ്ഞില്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ
അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് അത് കാണിക്കും. അപ്പം ഞാൻ അത് പഴയ പോലെ തന്നെ ഇട്ട കാരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ ആലോചിച്ചത് എനിക്കിപ്പോൾ സെൻസിറ്റിവിറ്റിയിൽ 85 82 കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു എന്താ. അപ്പം എൻ്റെ ഒരുവിധം പുറത്തായിരുന്നു ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുറേ പേര് പറയേണ്ടത് ഇതിലൂടെ നിങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ പറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചിലർ. ക്യാമറ റൊട്ടേഷൻ വൈൽ ADS ഒക്കെ ഡിസേബിൾ ചെയ്തിട്ട് ഇത് റെഡിയാവും. നമ്മളിതൊക്കെ കണ്ടാണ്, ഇതൊന്നും ചെയ്തൊന്നും റെഡിയാവാനൊന്നും പോകണില്ല. മനസ്സിലായില്ലേ? പിന്നെ FPP സ്വാപ്പ് ഡൈനാമിക് ഹോൾഡിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് മോഡ് അല്ലെങ്കിൽ വെൻ യു ആർ നോട്ട് ഇൻ എ ഷൂട്ടിംഗ് മോഡ് നിങ്ങൾ ഗണ്ണ് എപ്പോഴും ലോവറായിട്ടിരിക്കുള്ളൂ. ഈ ഒരു സെറ്റിങ്സേ ഉള്ളൂ, വേറെ ഒന്നും അധികമുള്ളില്ല. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയിമിലൊന്നും ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എവിടെയും പോയിട്ട് നിങ്ങൾ കുറേ വീഡിയോ മണ്ടത്തരം കണ്ട് പറ്റിക്കപ്പെടരുത്. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും കമൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ, നമ്മൾ സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഓക്കെ, സീ യു.